പൊന്നാനി കടൽ തീരത്ത് ക്ലീൻ ഡ്രൈവിന് തുടക്കമായി. ശുചീകരണ യജ്ഞവുമായി സഹകരിക്കാതെ ഹാർബർ പോർട്ട് ഉദ്യോഗസ്ഥർ. പൊന്നാനി ഹാർബർ പരിസരം, അഴീക്കൽ ബീച്ച് എന്നിവിടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നതിന് ബദൽ സംവിധാനമൊരുക്കാൻ തീരുമാനമായി. മാലിന്യമുക്ത നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് പദ്ധതി തയ്യാറാക്കിയത്. പൊതുയിടങ്ങളിൽ ജൈവമാലിന്യം ഉൾപ്പെടെയുള്ളവ വലിച്ചെറിയുന്ന ദുരവസ്ഥയ്ക്ക് പരിഹാരം കണ്ടെത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൊന്നാനി ഹാർബർ പരിസരം, അഴീക്കൽ ബീച്ച് എന്നിവിടങ്ങളിലാണ് ശുചീകരിച്ചത്. ഹാർബർ, ഫിഷറീസ്, പോർട്ട്, നഗരസഭ എന്നീ വകുപ്പുകളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി നടപ്പാക്കുന്നതെങ്കിലും നഗരസഭ ഒഴികെ മറ്റു ഉദ്യോഗസ്ഥരൊന്നും സഹകരിക്കാതെയാണ് ക്ലീനിംഗ് നടന്നത്. വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണ പരിപാടിയുടെ ഭാഗമായി നിലവിൽ മാലിന്യ കൂമ്പാരമായി മാറിയ ഹാർബർ റോഡിലെ അഴുകിയ മാലിന്യങ്ങളാണ് ശുചീകരിച്ചത്. പൊതുയിടങ്ങളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന തോത് നഗരസഭയുടെ ഇടപെടലിന്റെ ഭാഗമായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ടെങ്കിലും ഹാർബർ പരിസരവും അതുപോലെ തന്നെ ബീച്ചിലും തുടർച്ചയായി മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് കുന്നുകൂടുകയും അത് നൂറുകണക്കിന് ആളുകൾ വന്നു പോകുന്ന ഈ പ്രദേശത്ത് ദുർഗന്ധപൂരിതമാക്കുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് ഇത് അടിയന്തരമായി ഇത്തരത്തിലുള്ള മാലിന്യം നീക്കം ചെയ്യുകയും ആളുകളിൽ അവബോധം സൃഷ്ടിച്ചുകൊണ്ട് ഈ പരിസരത്ത് മേലിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത കുറയ്ക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ഹാർബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഇന്നലെ ഞങ്ങൾ യോഗം ചേരുകയും ഈ ബന്ധപ്പെട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണം ഉണ്ടാകുമെന്ന് അവർ ഉറപ്പ് നൽകുകയും ചെയ്തിട്ടില്ല. കാരണം ഇത് നഗരസഭയുടെ അധീനതയിലുള്ള സ്ഥലമല്ല എന്ന പരിമിതി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ വിഷയങ്ങൾ ഇടപെടുന്നതിന് വിലങ്ങായിട്ട് നിൽക്കുകയാണ്. ഇത് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ സ്ഥലം പോർട്ടിൻ്റെ കൈവശത്തിലുള്ളതാണ്. അപ്പോൾ പോർട്ടിൻ്റെ പൂർണ്ണമായിട്ട് ഉത്തരവാദിത്വത്തോടു കൂടി ഇത് വൃത്തിയാക്കേണ്ട ഒരു സ്പോട്ടാണ് ഈ ബീച്ചും അതുപോലെ തന്നെ ഈ ഇപ്പോൾ നമ്മൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സ്പോട്ടും. ഇന്നലെ നടന്ന യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംയുക്തമാക്കി ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാമെന്നും അതിനാവശ്യമായി വരുന്ന മുഴുവൻ സപ്പോർട്ടും അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് അവരറിയിച്ചത്. പക്ഷേ യോഗത്തിൽ അങ്ങനെ അറിയിച്ചെങ്കിൽ കൂടി ഇന്ന് പ്രത്യക്ഷത്തിൽ അവരാരും സ്ഥലത്ത് വരാത്ത ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഒരു 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 മാലിന്യം വലിച്ചെറിയുന്ന ഒരു മാലിന്യ കൂമ്പാരം എന്നുള്ള നിലയ്ക്കാണ് നമ്മളിതിൽ പ്രത്യേകമായിട്ട് താല്പര്യമെടുത്തിട്ട് ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. മത്സ്യത്തൊഴിലാളികൾക്കായുള്ള പുനർഗേഹം ഫ്ളാറ്റ് സമുച്ചയം അന്തേവാസികളിൽ മാലിന്യം വലിച്ചെറിയുന്നവരിൽ നിന്നും നേരിട്ട് മാലിന്യം സ്വീകരിക്കുന്നതിനും സംസ്കരിക്കുന്നതിനുമുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്യും. മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത കുറച്ചുകൊണ്ടുവരികയും വീടുകളിൽ സംസ്കരണ ഉപാധികൾ ഉറപ്പുവരുത്തി ജനപങ്കാളിത്തത്തോടെ ഉറവിട മാലിന്യ സംസ്കരണം സാധ്യമാക്കുകയും ചെയ്യും. അതോടൊപ്പം ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് നടപ്പാക്കുന്ന സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്രാവർത്തികമാക്കും. പറ്റാവുന്ന ഇടങ്ങളിൽ തുമ്പൂർമൊഴി മോഡൽ സംസ്കരണ സംവിധാനങ്ങൾ സ്ഥാപിക്കുവാനും തുടർന്ന് പൊതു ഇടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുവാനും തീരുമാനിച്ചു. പൊന്നാനി. സ്കൈ ഗോൾഡ് പൊന്നാനി ഷോറൂം ആഘോഷിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ. ആഘോഷങ്ങളുടെ ഭാഗമായി കൈനിറിയ ആനുകൂല്യങ്ങൾ. ഈ കാലയളവിൽ എല്ലാ പർച്ചേസുകൾക്കും പണിക്കൂലി 4% മാത്രം. ഒപ്പം ഓരോ പർച്ചേസിനും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് കോയിൻ സമ്മാനവും. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ, ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ. ഈ ഓഫർ ജനുവരി 7 വരെ മാത്രം. ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, നിയർ AV സ്കൂൾ, കുറ്റിക്കാട്, പൊന്നാനി. ഓൾസോ അറ്റ് പെരിന്തൽമണ്ണ ആൻഡ് നിലമ്പൂർ.